मधुबन के इस चमन की तुम बहार हो, मधुबन के इस चमन की तुम बहार हो। परमपिता शिव की गली का हार हो, परमपिता शिव की गली का हार हो। मधुबन के इस चमन की तुम बहार हो, मधुबन के इस चमन की तुम बहार हो। महकोगे फूल बन के इस जहान में, महकोगे फूल बन के इस जहान में। चमकोगे चांद से अंधकार में, चमकोगे चांद से अंधकार में। तुम सृष्टि के श्रृंगार हो, तुम बहार हो, तुम सृष्टि के श्रृंगार हो। ओम शांति। ബാബയുടെ ഈ ദിവ്യചരിതം നമ്മൾ മക്കളുടെ എല്ലാം ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന യജ്ഞപിതാവിൻ്റെ ചരിത്രം, അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബാബ അവ്യക്തമായതിനു ശേഷം കുട്ടികളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ശിവബാബ ബ്രഹ്മബാബയുടെ ആത്മാവ് ഗുൽസാർ ദാദിയിൽ വരികയും കുട്ടികളെ കാണുകയും കുട്ടികളോട് സംസാരിക്കുകയും ചെയ്തു. ഒന്നുണ്ട് ബാപ്ദാദ രണ്ടുപേരും വന്ന് സംസാരിക്കുന്നത്. പക്ഷേ ബ്രഹ്മബാബയെ മാത്രം അയക്കുകയും ബ്രഹ്മബാബയോടൊപ്പം കുട്ടികൾ സമയം ചെലവാക്കുകയും ചെയ്തു. കാരണം എല്ലാവർക്കും ബാബയെ കാണണം സംസാരിക്കണം എന്നുള്ള ആഗ്രഹം കാരണം അടങ്ങാത്ത ആ ആഗ്രഹത്തെ പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി ശിവബാബ ബ്രഹ്മബാബയെ കുറച്ച് സമയത്തേക്ക് ദാദിയിലൂടെ അയക്കുകയും ആ സമയത്ത് ബാബ പറഞ്ഞ മധുരമഹാവാക്യങ്ങൾ, അതാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. അതിനുശേഷം ഗുൽസാർ ദാദി വഴി ലഭിച്ച അവ്യക്ത സന്ദേശം. ഇത് രണ്ടും നമുക്കിന്ന് കേൾക്കാം. അവ്യക്ത ബ്രഹ്മബാബ ഗുൽസാർ ദാദിയിലൂടെ മക്കളോട് സംസാരിക്കുകയും ആ സമയത്ത് ഉച്ചരിച്ച മഹാവാക്യങ്ങൾ. സ്നേഹമൂർത്തിയായ അവ്യക്ത ബ്രഹ്മബാബ അവ്യക്തവദനത്തിൽ നിന്ന് ബ്രഹ്മകുമാരി ഗുൽസാർ ബെഹൻജിയിലൂടെ ഗുൽസാർ ദാദിയുടെ ആ സാകാര രഥത്തിലൂടെ മക്കളോട് സംസാരിക്കാനായി വന്നിരുന്നു. പ്രിയപ്പെട്ട ബാബ കുട്ടികളുമായി നടത്തിയ ആത്മീയ സംഭാഷണം ഒപ്പം നൽകിയ ജ്ഞാന രത്നങ്ങളാണ് ചൂടെ കൊടുത്തിരിക്കുന്നത്. आज मैं आप सभी बच्चों से അവ്യക്ത रूप से मिलने आया हूँ. വന്നതും ബാബ എന്താ പറഞ്ഞ? ആദ്യം ബ്രഹ്മബാബ ഇന്ന് കുട്ടികളുമായി അവ്യക്ത കൂടിക്കാഴ്ചയ്ക്ക് വന്നിരിക്കുകയാണ്. മേരെ ജോ ബച്ചേ, എൻ്റെ കുട്ടികൾ ആരെല്ലാം അവ്യക്ത സ്ഥിതിയിലിരിക്കുന്നു അവർക്ക് എന്നെ മനസ്സിലാക്കും. താങ്കൾ കുട്ടികളെല്ലാവരും
അവ്യക്ത സ്ഥിതിയിലല്ലേ ബാബയെ കണ്ടുകൊണ്ടിരിക്കുന്നത്? വ്യക്തരൂപത്തെ, ശരീരത്തെയാണോ നോക്കുന്നത്? അവ്യക്ത സ്ഥിതിയിലാണോ ഇരിക്കുന്നത്? ഇപ്പോൾ താങ്കളുടെ അവസ്ഥ അവ്യക്തമാണോ വ്യക്തമാണോ? താങ്കൾ വ്യക്ത സ്വരൂപത്തെയാണ് കാണുന്നതെങ്കിൽ, വ്യക്തരൂപം ആരുടെയാണ്? ഗുൽസാർ ദാദിയുടെ ശരീരമാണ്. തോ ആപ്കോ എങ്കിൽ നിങ്ങൾക്ക് ബ്രഹ്മബാബയെ കാണാൻ കഴിയില്ല. ആജ് അവ്യക്ത വദൻ സെ മുലാഖാത്ത് കർനെ ആയാ ഹൂം. ഇന്ന് മക്കളോടൊപ്പം ആത്മീയ സംഭാഷണത്തിനായി അവ്യക്ത വദനത്തിൽ നിന്ന് ബാബ വന്നിരിക്കുകയാണ്. അവ്യക്ത വദനത്തിൽ ശബ്ദമില്ല, പക്ഷേ ഇവിടെ ശബ്ദത്തിലേക്ക് വന്നിരിക്കുകയാണ് ബാബ. നിങ്ങളെല്ലാവരുടെ ഉള്ളിൽ എന്ത് സങ്കല്പമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ മക്കളുമായിട്ട് ബാബ അവ്യക്ത സംഭാഷണമാണ് നടത്തുന്നത്. കൽപ്പം മുമ്പെന്നതുപോലെ ബാബ പറഞ്ഞ ഇതേപോലെ ബാബ കഴിഞ്ഞ കൽപ്പത്തിൽ നിങ്ങളെ കാണാൻ വന്നിരുന്നു, അതേപോലെ വന്നിരിക്കുകയാണ്. കുട്ടികളുമായി ആത്മീയ സംഭാഷണം ചെയ്യുന്നതിന് മധുരമധുരമായ ബാബ, ശിവ ബാബ എന്നെ നിങ്ങൾ കുട്ടികളുടെ അടുത്തേക്ക് നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും വേണ്ടി ശിവബാബ എന്നെ വദനത്തിൽ നിന്ന് അയച്ചിരിക്കുകയാണ്. 2 दिन पहले मीठे बाबा से रूहरुहान चल रही थी. 2 ദിവസം മുമ്പ് ശിവബാബയുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ശിവബാബ പറഞ്ഞു ബ്രഹ്മബാബയോട്. ബാബ അവിടുന്ന് ശരീരം വിട്ട് വദനത്തിലെത്തി. എന്നിട്ട് ശിവബാബയും ബ്രഹ്മബാബയും തമ്മിലുള്ള സംഭാഷണം നടക്കുകയാണ്. അപ്പോൾ ബ്രഹ്മബാബയോട് ശിവബാബ ചോദിച്ചു, അവ്യക്ത വദനത്തിൻ്റെ അനുഭവത്തിന് തയ്യാറല്ലേ? അറിയാമോ നിങ്ങൾക്ക് ബാബ ഈ ചോദ്യം ചോദിച്ചപ്പോൾ എന്തുത്തരം പറഞ്ഞിട്ടുണ്ടാകും? ബാബയോട് പറഞ്ഞത്, ജോ ബാബ കി ആജ്ഞ. ബാബ എന്ത് ആജ്ഞ നൽകുന്നു അതുപോലെ. ബാബ ജैसे ചലായെങ്കെ ജഹാ ബിഠായെങ്കെ. ബാബ എന്നെ എങ്ങനെ നടത്തിക്കുന്നു, ബാബ എന്നെ എവിടെ ഇരുത്തുന്നു, ആ രൂപത്തിൽ അവിടെ തന്നെ ഞാനിരിക്കും. ബാബ എന്ത് ചെയ്യിപ്പിക്കുന്നു അത് ചെയ്യും. ബ്രഹ്മബാബ ശിവബാബയോട് പറഞ്ഞു. അവ്യക്തവദനത്തിലിരിക്കാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കും. എന്ത് ചെയ്യാൻ ബാബ ആജ്ഞ നൽകുന്നു അത് ചെയ്യും. കുട്ടികളുടെ ഉള്ളിൽ ഈ സങ്കല്പം ഉണ്ടാകുമല്ലോ. എന്തുകൊണ്ടാണ് ബ്രഹ്മബാബയും ശിവബാബയും കുട്ടികളോട് അനുവാദം ചോദിക്കാതെ ബ്രഹ്മബാബയെ കൂട്ടിക്കൊണ്ടുപോയത്? ഞാനും ഈ ചോദ്യം ശിവബാബയുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ശിവബാബ എന്താ മറുപടി പറഞ്ഞതെന്നറിയും? കുട്ടികളോട് എന്താ ബാബ നേരത്തെ ഒരു സൂചന കൊടുക്കാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഇത് കുട്ടികളുടെ എല്ലാ ഉള്ളിലെ സങ്കല്പമാണ്. അപ്പോൾ ബാബ മറുപടി പറഞ്ഞത്, ഞാൻ കുട്ടികളെ എല്ലാവരെയും ഇരുത്തിയിട്ട് അവരോട് അനുവാദം ചോദിച്ചിരുന്നെങ്കിൽ ബ്രഹ്മബാബയെ കൊണ്ടുപോകട്ടെ എന്നെല്ലാവരെയും ഇരുത്തിയിട്ട് അനുവാദം ചോദിച്ചിരുന്നുവെങ്കിൽ കുട്ടികൾ അനുവാദം തരുമോ? ഇല്ല. അതിനാൽ എന്താണോ ശിവബാബ ചെയ്യിപ്പിച്ചത് അത് തന്നെയാണ് ഡ്രാമയുടെ ഭാവി, അത് തന്നെയാണ് ശരി. വ്യക്തരൂപത്തിലെ ബ്രഹ്മബാബയില്ല, പക്ഷെ അവ്യക്ത രൂപത്തിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എങ്ങനെ സേവനങ്ങൾ അഭിവൃദ്ധിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ, കുട്ടികളുടെ ഓർമ്മയുടെ ചാർട്ട് എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അത് അതേപോലെ പോകും.
വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ബ്രഹ്മബാബ നേരത്തെ സ്ഥൂലമായ ശരീരത്തിലായിരുന്നു, ഇപ്പോൾ അവ്യക്ത അവസ്ഥയിലാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. സ്ഥൂല ശരീരധാരി അല്ല എന്നേ ഉള്ളൂ. ബ്രഹ്മബാബയുണ്ട്, സൂക്ഷ്മ ശരീരത്തിലുണ്ട്. ഇപ്പോൾ അവ്യക്ത ശരീരധാരിയാണ്, അവ്യക്ത സ്ഥിതിയിലാണ്. സ്ഥൂല ശരീരത്തിൽ കൂടിക്കാഴ്ച നടത്തിയ കുട്ടികൾ ആ സമയത്ത് ബാബ കുട്ടികൾക്ക് ദൃഷ്ടി നൽകുകയും ഡയറക്ഷൻസ് നൽകുകയും പാഠങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ താങ്കൾ കുട്ടികൾക്കെല്ലാവർക്കും അവ്യക്ത വദനത്തിലേക്ക് വരണം. ബാബ കുട്ടികളോട് ആത്മീയ സംഭാഷണം ചെയ്യുന്നതിന് നിങ്ങൾ വദനത്തിലേക്ക് വന്നാൽ നിങ്ങളോട് സംസാരിക്കാൻ ഓരോ നിമിഷവും ബാബ തയ്യാറാണ്. ഇപ്പോൾ കുട്ടികളുടെ ബുദ്ധി എത്രത്തോളം ക്ലീനാണോ അതിനനുസരിച്ച് അവ്യക്ത മിലനത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ബുദ്ധി എത്രത്തോളം ക്ലീനാണോ അവ്യക്ത മിലനത്തിൻ്റെ അനുഭവം ഉണ്ടാകും. दूसरों को भी शक्तिवान बनाने की आज्ञा. അടുത്ത ഡയറക്ഷൻ എന്താ തന്നെ ബാബ? ഒന്നും മനസ്സിലായില്ലേ? ബാബ എന്താ പറഞ്ഞേ? നിങ്ങൾ അവ്യക്ത സ്ഥിതിയിലാണെങ്കിൽ അവ്യക്ത സ്ഥിതിയിലിരിക്കുന്ന ബ്രഹ്മബാബയുമായിട്ട് അവ്യക്ത വദനത്തിൽ എപ്പോൾ വേണമെങ്കിലും കൂടിക്കാഴ്ച നടത്താം. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നില്ലയോ, നമ്മൾ ബ്രഹ്മബാബ ഉള്ളപ്പോൾ ഉണ്ടായിരുന്നില്ലല്ലോ, ദാദിമാരെത്ര ഭാഗ്യശാലികളാണ് അല്ലേ? അപ്പം അതിന് മറുപടി ബാബ പറയണേ. എന്താ പറഞ്ഞ ബാബ? ഇപ്പോഴും ബ്രഹ്മബാബയുണ്ട്, പക്ഷേ അല്ലേ റൂം ഒന്ന് ചേഞ്ച് ചെയ്തു എന്ന് മാത്രം. സ്ഥൂല ശരീരത്തിൻ്റെ റൂമെന്ന് സൂക്ഷ്മ റൂമിലേക്ക് മാറി. സൂക്ഷ്മ ശരീരധാരിയായിട്ട് ബാബ സദാ സൂക്ഷ്മവദനത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും പോകാം. ബാബയുടെ അടുത്തേക്ക് മനസ്സുകൊണ്ട് നമ്മൾ സൂക്ഷ്മവദന വാസിയായാൽ സൂക്ഷ്മ സ്വരൂപത്തിലിരിക്കുന്ന ബാബയുമായി എപ്പോൾ വേണമെങ്കിലും ദൃഷ്ടിയെടുക്കാം, എത്ര സമയം വേണമെങ്കിലും ബാബയുടെ അടുത്തിരുന്ന് സംസാരിക്കാം. ബാബ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകും. അടുത്തത് ബാബയുടെ അടുത്ത രണ്ടാമത്തെ ആജ്ഞ മറ്റുള്ളവരെ ശക്തിശാലിയാക്കി മാറ്റുന്നതിനുള്ള ആജ്ഞ നൽകി ബാബ. बाबा ने एक से पूछा कि क्या आप शक्तिवान शक्ति स्वरूप में स्थित है? ബാബ കുട്ടികളിങ്ങനെ ഇരിക്കുകയായിരുന്നല്ലോ ബാബ മുന്നിൽ. അപ്പം അതിലൊരു കുട്ടിയോട് ബാബ ചോദിച്ചു, കുട്ടി കുഞ്ഞ് ശക്തി സ്വരൂപത്തിലല്ലേ ഇരിക്കുന്നത്? പവർഫുൾ സ്റ്റേജ് അല്ലേ? ബാബ പറഞ്ഞു, എന്നിട്ട് മക്കളെ ഇപ്പോൾ ശക്തി സ്വരൂപത്തിൻ്റെ പാർട്ട് പ്രത്യക്ഷമായി കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ഓരോരുത്തരും ശക്തിശാലികളാണെന്ന് ബാബ പറയണ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അതിന് പറ്റിയൊരു സമയത്തിലൂടെയല്ലേ ഇപ്പം നമ്മൾ കടന്നു പോണേ. എല്ലാവരും ടെൻഷൻ അടിച്ചും ബേജാറായിട്ടും ഇരിക്കുമ്പോൾ നമ്മൾ സർവശക്തിവാനിൽ നിന്ന് ശക്തി എടുക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിന് എത്ര ശക്തിയുണ്ടെന്ന് നമ്മുടെ വീട്ടിലുള്ളവരും നമ്മുടെ ചുറ്റുപാടുള്ളവരും നമ്മുടെ ശക്തിശാലിയായ മനസ്സിൻ്റെ അവസ്ഥ നമ്മൾ മുരളി കേൾക്കുന്നതിൻ്റെ ഇത്രയും വർഷം കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് യോഗം ചെയ്യുന്നതിൻ്റെ പവിത്ര ഭോജനം കഴിക്കുന്നതിൻ്റെ ബ്രഹ്മചര്യ വ്രതം പാലിക്കുന്നതിൻ്റെ പവിത്രമായി ജീവിക്കുന്നതിൻ്റെ ശക്തി എന്താണെന്ന് എല്ലാവർക്കും മുന്നിൽ തെളിവ് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു സമയമാണ് ഇത്. ബാബ പറയുന്നത് നിങ്ങളിലൂടെ ശക്തി കാണപ്പെടണം. ശിവ് ബാബ എന്തെല്ലാം മുരളികൾ നൽകിയോ പ്രാക്ടിക്കൽ ജീവിതത്തിൽ അത് കാണിക്കണം. ബാബയ്ക്ക് മക്കൾ ധാരാളമുണ്ട്. ഇപ്പോൾ പൂർണ്ണമായും ശക്തി സ്വരൂപരായി മാറി കാണിക്കേണ്ട ടൈമാണ്.
अभी तक बच्चे और बाप के स्नेह में चल रहे थे. ഇതുവരെയും മക്കളും ബാബയും സ്നേഹത്തോടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ബാബ എന്താ പറഞ്ഞേ? ബാബയുടെ സ്നേഹത്തിൽ അലിഞ്ഞ് നിങ്ങൾ ജീവിച്ചു. ഇനി നിങ്ങൾക്ക് ബാബയിൽ നിന്ന് എന്ത് ശക്തി കിട്ടിയോ ആ ശക്തി നൽകി മറ്റു ആത്മാക്കളെ കൂടി ശക്തിശാലികളാക്കി മാറ്റണം. वही स्नेही ही बाबा के साथ अंत तक रहेंगे. ഈ സ്നേഹം ബാബയ്ക്കും മക്കൾക്കും തമ്മിലുള്ള സ്നേഹം അത് അവസാനം വരെ ഉണ്ടാകും. പക്ഷേ സ്നേഹികളായ കുട്ടികൾ ചെയ്യേണ്ട കർത്തവ്യം എന്താ ഓർമ്മിപ്പിച്ച ബാബ? ശക്തി സ്വരൂപത്തിലിരിക്കണം, മറ്റുള്ളവർക്ക് ശക്തി കൊടുക്കണം. 2 കാര്യം പറഞ്ഞു ബാബ അല്ലേ? സേവയ്ക്ക് വേണ്ടി ഒരു കാര്യം സ്വസ്ഥിതി. സ്വസ്ഥിതി എന്താ പറഞ്ഞേ? ശരീരത്തിലാണെങ്കിലും അവ്യക്ത സ്ഥിതിയിലിരിക്കണം. അപ്പോൾ അവ്യക്ത വദനവാസിയായ ബ്രഹ്മബാബയുമായിട്ട് എപ്പോഴും കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ബാബ വരുന്ന സമയത്ത് ബാബയുടെ സംസ്കാരത്തിന് ശേഷം 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് അസ്ഥി പെറുക്കുമല്ലോ. അപ്പോൾ ആ ചടങ്ങ് നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ബാബ അതിനെക്കുറിച്ച് എന്താണ് മഹാവാക്യം ഉച്ചരിച്ചതെന്ന് നോക്കാം. അസ്ഥിയോമേ ഭി സ്ഥിതി ദഖോ. ബാബ പറഞ്ഞു, ബാബയുടെ അസ്ഥികൾ നിങ്ങൾ പെറുക്കുമ്പോൾ ആ അസ്ഥികളിൽ അസ്ഥിയല്ല നിങ്ങൾ നോക്കേണ്ടത്, പിന്നെയോ സ്ഥിതി നോക്കൂ. എല്ലുകൾ ബാബയുടെ എത്ര സ്ട്രോങ് ആയിരുന്നു, ശക്തിസ്തംഭമായിരുന്നു ബാബ. अभी मीठे मीठे बाबा ने आप बच्चों को ये दृश्य दिखलाया. आप बच्चे अस्थियाँ उठा रहे थे. കുട്ടികൾ ചിതയുടെ ഭാഗത്തുനിന്ന് അസ്ഥി പെറുക്കുകയായിരുന്നല്ലോ. നിങ്ങൾ അസ്ഥി പെറുക്കുമ്പോൾ സാധാരണ ആൾക്കാർ അസ്ഥി പെറുക്കുന്നത് പോലെ അസ്ഥികളല്ല നോക്കേണ്ടത്. ആ അസ്ഥികൾക്കുള്ളിലെ സ്ഥിതിയെ കാണൂ. ബാബയുടെ ഓരോ അസ്ഥികളും ബാബയുടെ ഉറച്ച സ്ഥിതിയെ കാണിച്ചു തരും. കാരണം ബാബയുടെ ഓരോ ഞരമ്പുകൾക്കുള്ളിലും അത്ര ഉറച്ച സ്ഥിതിയായിരുന്നു. പുറമേ കാണപ്പെടുന്നത് അസ്ഥിയായിരിക്കാം, പക്ഷേ ഭക്തിമാർഗത്തിലെ ആൾക്കാർ അസ്ഥി പെറുക്കുന്നത് പോലെയുള്ള അർത്ഥത്തിലായിരിക്കരുത് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഈ അസ്ഥികളെ പെറുക്കുമ്പോൾ ആ അസ്ഥിക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന സ്ഥിതിയെ കാണാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളും അതേപോലെ ശക്തിശാലി സ്ഥിതിയുള്ളവരായി മാറണം. साधारण मनुष्य को ये बातें इतनी समझ में नहीं आती हैं. ബാബ പറഞ്ഞു, സാധാരണ ലോകത്തിലെ ആൾക്കാർക്ക് അറിയില്ല ഈ കാര്യങ്ങൾ. അവർക്ക് അസ്ഥി പെറുക്കാനും കൊണ്ടുപോയി ഒഴുക്കാനും മാത്രമേ കഴിയുള്ളൂ. പക്ഷേ ബാബ എന്താ പറഞ്ഞ, ബാബയുടെ മക്കൾ എന്ത് കാണണം? ബാബയുടെ ഓരോ എല്ലുകളിലും സർവശക്തിവാൻ്റെ ശക്തികളാണ് നിറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഈ അസ്ഥികളെടുത്ത് എവിടെ കൊണ്ടുപോയി ഒഴുക്കുന്നു അവിടെയെല്ലാം അല്ലേ സങ്കല്പം എന്ത് വയ്ക്കണമെന്ന് പറയണ ബാബ, എല്ലാ ആത്മാക്കളും ഇതേപോലെ ശക്തിശാലികളായിട്ട് മാറട്ടെ, ബ്രഹ്മബാബയെ പോലെ. മക്കൾ ഓരോരുത്തരും ശക്തി സ്വരൂപമായിട്ട് മാറണം. ബച്ചോं का स्नेह है और सदा रहेगा. മക്കൾക്ക് ബാബയുടെ സ്നേഹമുണ്ട്. നിങ്ങളുടെ ഈ സ്നേഹം എപ്പോഴും ഉണ്ടാകും. 21 ജന്മം വരയ്ക്ക് പൂർണ്ണമായിട്ടും ഉണ്ടാകും. സത്യുഗ ലോകത്തിലും ഒരുമിച്ചായിരിക്കും നമ്മൾ. രാജ്യത്തിൽ ഒരുമിച്ച് വരും, ഒരുമിച്ച് ജീവിക്കും. സാത്ത് ഹി ഹേ और ജനം ജനമാന്തർ സാത്ത് ഹി രഹേംഗെ. ബാബ പറഞ്ഞു, മക്കളെ കൂടെയുണ്ട്, അനേക ജന്മങ്ങൾ മക്കളോടൊപ്പം ഒരുമിച്ച് ഉണ്ടാകും. अभी भी ऐसा न समझना कि बाप है. ഇനി ഇങ്ങനെ വിചാരിക്കേണ്ട, ശിവബാബയുണ്ട് പക്ഷെ ബ്രഹ്മബാബ പോയല്ലോ, അങ്ങനെ വിചാരിക്കരുത്. ബ്രഹ്മബാബയും സൂക്ഷ്മ സ്വരൂപത്തിലുണ്ട്. ഒരു നിമിഷം പോലും ശിവബാബയ്ക്കും ബ്രഹ്മബാബയ്ക്കും വേറിട്ടിരിക്കാൻ കഴിയില്ല.
രണ്ടായിട്ടിരിക്കാൻ കഴിയില്ല. അതേപോലെ താങ്കളും താങ്കളെ ത്രിമൂർത്തിയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ഇവിടെ ഒരു മൂർത്തിയല്ല ഇരിക്കണം. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ 3 മൂർത്തിയുണ്ട്. ആരൊക്കെ അല്ലേ? ഒന്ന് ഈ മൂർത്തി, പിന്നെ ശിവബാബ, പിന്നെ ബ്രഹ്മബാബ. ശിവബാബ, ബ്രഹ്മബാബ, നടുക്ക് ഞാൻ, 3 മൂർത്തികളാണ്. മുമ്മൂർത്തി ക്ഷേത്രമാണിത്, ത്രിമൂർത്തി ക്ഷേത്രം. അതുകൊണ്ടാണ് ബാഡ്ജിലെ ചിത്രത്തിൽ ത്രിമൂർത്തിയുടെ ചിത്രമാണുള്ളത് അല്ലേ? സിസ്റ്റേഴ്സിനൊക്കെ തരുന്ന ബാഡ്ജിൻ്റെ ബാക്കിലുള്ളത് ത്രിമൂർത്തി ചിത്രമാണ്. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ, ശിവബാബ. ഇവിടെ ത്രിമൂർത്തി സ്വരൂപം ശിവബാബ, ബ്രഹ്മബാബ, പിന്നെ ബാബ പറയണേ താങ്കൾ ആത്മാക്കൾ. ത്രിമൂർത്തി സ്ഥിതി പ്രസിദ്ധമാണ്. ഇസ്മേ ബി ആപ് സബി ബച്ചോങ്ക. ബാബ പറഞ്ഞു, ബ്രഹ്മബാബ പോയതിലും നിങ്ങളെല്ലാവർക്കും മംഗളമാണ്. മംഗളകാരിയായ ശിവബാബ എന്ത് പറയുന്നു, എന്ത് ചെയ്യിപ്പിക്കുന്നു, അതിൽ നിങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും മംഗളമാണ് അടങ്ങിയിരിക്കുന്നത്. ഇസ് ഏക മഹാവാക്യമേ, ശിവബാബയുടെ മുരളിയിലെ ഓരോ മഹാവാക്യത്തിലും, നാടകത്തിലെ ഓരോ ദൃശ്യത്തിലും വളരെയധികം മംഗളം അടങ്ങിയിട്ടുണ്ട്. लेकिन सूक्ष्म को परखने वाले कोई अनन्य और महारथी बच्चे हैं. പക്ഷേ സൂക്ഷ്മത തിരിച്ചറിയുന്നത് വളരെ കുറച്ച് മഹാരഥി കുട്ടികൾ മാത്രമാണ്. സൂക്ഷ്മത്തിലെ കാര്യങ്ങൾ കാണുന്നതും എല്ലാറ്റിൻ്റെയും പിന്നിലെ മംഗളത്തിൻ്റെ സൂക്ഷ്മ രൂപങ്ങളെ കാണുന്നതും വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ്. ഇത് നമ്മൾ നോക്കേണ്ട വിഷയമാണ് അല്ലേ? എനിക്കെല്ലാ കാര്യത്തിൻ്റെയും സൂക്ഷ്മതയെ ദർശിക്കാൻ കഴിയാറുണ്ടോ? അതോ ഞാനൊരു സംഭവം കാര്യം നടക്കുമ്പോൾ അതിൻ്റെ പുറമേയുള്ള രൂപം മാത്രമാണോ കാണുന്നത്? എല്ലാറ്റിൻ്റെയും പിന്നിൽ മംഗളമുണ്ടെന്ന് പറയില്ലേ ബാബ? ആ മംഗളകാരി ദൃശ്യത്തെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടോ? अब आप ही इतना ही शीघ्र कर्माതീത സ്ഥിതി में स्थित रहने का पुरुषार्थ करो. ഇപ്പോൾ താങ്കൾ കുട്ടികളും അതിശീഘ്രം കർമാതീത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. जैसे यहाँ हर समय बाप दादा के साथ विदित करते थे. എങ്ങനെയാണോ നിങ്ങൾ കുട്ടികൾ ശിവബാബയ്ക്കും ബ്രഹ്മബാബയ്ക്കും ഒപ്പം ജീവിച്ചത്, അതേപോലെ നിങ്ങളുടെ ഓരോ കർമ്മവും ഓരോ നിമിഷവും അപ്നേക്കോ സാത്ത് ഹി റഖോ, ബാബയെ എപ്പോഴും കൂടെ വയ്ക്കൂ സൂക്ഷ്മത്തിൽ. ബच्चे यही शिक्षा याद रखना, ये कभी नहीं भूलना. ബാബ നൽകുന്ന ഈ പാഠം കുട്ടികൾ എപ്പോഴും ഓർമ്മയിൽ വെച്ചോളൂ. ഇതൊരിക്കലും മറക്കരുത്. എല്ലാ കാര്യത്തിലും ബാബയെ കൂടെ വയ്ക്കണം. സംബന്ധം, സ്നേഹം, സ്മൃതി സ്വരൂപത്തിനോടൊപ്പം സരളതാ സ്വരൂപമായി സമർപ്പണ ഭാവത്തോടെ പരസ്പരം സഹയോഗികളായി സഫലത നേടണം. സഫലത താങ്കൾ കുട്ടികളുടെ മസ്തകത്തിൽ, സഫലതയുടെ നക്ഷത്രം കുട്ടികളുടെ നെറ്റിത്തടത്തിൽ തിളങ്ങുന്നുണ്ട്. സൂക്ഷ്മവദനത്തിലിരുന്നു കൊണ്ട് ബ്രഹ്മബാബ ഓരോ കുട്ടികളുടെയും ദിനചര്യ, ഓരോരുത്തരുടെയും ചാർട്ട് ബാബയുടെ മുന്നിൽ കാണുന്നുണ്ട്. ബാബ ശരീരത്തിലുണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, അതിനേക്കാളും സ്പഷ്ടമായ രൂപത്തിൽ ഇപ്പോൾ ഓരോരുത്തരുടെയും ചാർട്ട് ബാബയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനാൽ എല്ലാ കുട്ടികളുടെയും റിസൾട്ട് നോക്കുകയായിരുന്നു ബാബ. എന്തെല്ലാം കാര്യമാണോ ബാബ കുട്ടികളോട് ഇന്ന് പറഞ്ഞത്, ഉസ്കെ ഊപ്പർ സഭി ബച്ചോം കോ
ബാബ പറഞ്ഞ ഈ കാര്യങ്ങളുടെ മേൽ കുട്ടികൾക്ക് പൂർണ്ണ ശ്രദ്ധ വേണം. എന്തൊക്കെ കാര്യം പറഞ്ഞു എന്നോ അച്ഛൻ? എന്തൊക്കെ കാര്യം പറഞ്ഞേ? ബാബ അവ്യക്തവദനവാസിയായി, അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ഥിതിയെ അവ്യക്ത സ്ഥിതിയാക്കണം. എപ്പോൾ വേണമെങ്കിലും വദനത്തിൽ പോയി ബാബയോട് സംസാരിക്കാം. ബാബയോട് സംസാരിച്ച് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ബാബ സൂക്ഷ്മ ശരീരധാരിയായതുകൊണ്ട് ഏത് സമയത്ത് ഏത് കാര്യത്തിലും ബാബയെ കൂടെ വെക്കണം അല്ലേ? അതുപോലെ മറ്റൊരു പോയിൻ്റ് എന്താ പറഞ്ഞ ബാബ? സ്വയം ശക്തിശാലികളായി മറ്റുള്ളവർക്ക് ശക്തി കൊടുക്കണം. ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ഓം ശാന്തി. मत बन के इस चमन की तुम बहार हो, मत बन के इस चमन की तुम बहार हो। परम पिता शिव के गले का हार हो, परम पिता शिव के गले का हार हो। मत बन के इस चमन की तुम बहार हो, मत बन के इस चमन की तुम बहार हो। महकोगे फूल बन के इस जहान में, महकोगे फूल बन के इस जहान में, चमकोगे चांद से अंधकार में, चमकोगे चांद से अंधकार में। तुम सृष्टि के श्रृंगार हो, तुम बहार हो, तुम सृष्टि के श्रृंगार हो, तुम बहार।